കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന മണ്ഡലമാണ് വടകര. പി ജയരാജന് എതിരായി ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി? CPMന്റെ ശക്തനായ നേതാവ് പി ജയരാജൻ വടകരയിൽ മത്സരിക്കാനെത്തിയതോടെ സ്ഥാനാർത്ഥിയെ കിട്ടാതെ നട്ടം തിരിയുന്ന അവസ്ഥയായിരുന്നു കോൺഗ്രസിന്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും മുൻപേ തോൽവി സംബന്ധിച്ച മട്ടിലുള്ള കോൺഗ്രസ് സമീപനത്തിൽ പ്രവർത്തകരുടെ രോഷവും ശക്തമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. വടകരയിൽ സ്ഥാനാർത്ഥിയെ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ നിലനിന്നിരുന്ന രൂക്ഷമായ തർക്കത്തെ തുടർന്ന് വടകര സീറ്റിൽ സ്ഥാനാർത്ഥി തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിടുകയും അതോടൊപ്പം മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും അണികളിൽ നിന്നും വന്നിരുന്നു. കാരണം വടകര മണ്ഡലത്തിൽ മുല്ലപ്പള്ളിക്ക് ശക്തമായ പിന്തുണയാണ് മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്നത്. എന്തായാലും സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ സംസ്ഥാന കോൺഗ്രസിലെ AI ഗ്രൂപ്പുകളിൽ തുറന്ന പോരിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് തീരുമാനം. കോഴിക്കോട് വടകരയിൽ മത്സരിക്കാതെ DCC പ്രസിഡന്റ് T സിദ്ദിഖ് വടകരയിൽ നിന്നും മാറി സുരക്ഷിത മണ്ഡലം തേടിപ്പോയതും മുതിർന്ന നേതാക്കളാരും വടകരയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നതും പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പലയിടത്തും സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വടകരയിൽ T സിദ്ദിഖിനെ നിർത്താൻ ശ്രമിക്കാതെ വയനാട് മണ്ഡലത്തിനായി വാശി പിടിച്ചതും പ്രവർത്തകർക്കിടയിൽ അമ്പരപ്പ് ഉണ്ടാക്കിയിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വടകര സുരക്ഷിത സീറ്റല്ലെന്ന ധാരണ പ്രചാരണത്തിന് ഇറങ്ങും മുൻപേ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. RMP ഉൾപ്പെടെയുള്ള പാർട്ടികൾ UDFന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിട്ടും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്തത് ഗുരുതരമായ വീഴ്ചയായിരുന്നു. എന്നാൽ ഇതിനെല്ലാം അവസാനമായിട്ടാണ് കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. എന്നാൽ വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ ഒടുവിലാണ്. ഇതോടെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി. മുതിർന്ന നേതാവ് തന്നെ വടകരയിൽ മത്സരിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചാണ് മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ ഇടപെടലാണ് മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.